ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ പലയിടത്തും കാണുന്ന ഒരു രീതി, എല്ലാവരുടെ അടുക്കൽ നിന്നും ഒരു സംഖ്യ വാങ്ങും. ഇപ്പോൾ ഉദാഹരണത്തിന് എല്ലാവരുടെ അടുക്കൽ നിന്നും 5000 രൂപ വാങ്ങി. അപ്പോൾ 7 ആൾ ചേരുമ്പോൾ 35,000 രൂപയായി. ആ 35,000 നമ്മൾ ഉരുവിനെ വാങ്ങാൻ ചെല്ലുമ്പോൾ ചിലപ്പോൾ അതിന് 40,000 ആയിരിക്കും, ചിലപ്പോൾ അതിന് 30,000 ആയിരിക്കും. അപ്പം എല്ലാവരുടെ അടുക്കൽ നിന്നും വാങ്ങിയ തുക ഒരുമിച്ച് വെച്ചിട്ടാണ് പിന്നെ ഉരുക്കള വാങ്ങുക. ഈ ഉരു ആരുടേതാണ് അറിയില്ല. 7 ആൾ കൂടിയിട്ട് ഇത് എൻ്റെ ഉരുവാണെന്ന് പറയാൻ പറ്റൂല. കാരണം എല്ലാവരുടെ അടുത്തു നിന്നും വാങ്ങിയ തുക മൊത്തത്തിലെടുത്തിട്ടാണ് എല്ലാ ഉരുക്കളെയും വാങ്ങിയത്. അപ്പോൾ ചിലപ്പോൾ ഒരു പോത്തിൽ 6 ആൾക്കാരായിരിക്കും ചേർന്നിട്ടുണ്ടാകുക. തൊട്ടപ്പുറത്തുള്ള ഉരുവിൽ 8 ആളോ 9 ആളോ പങ്കാളികളായിട്ടുണ്ടാകും. അപ്പോൾ അത് പ്രശ്നമാണ്. മാക്സിമം 7 ആളുകൾ വരെ പറ്റുകയുള്ളൂ, 7ൽ കൂടുതൽ ആളുകൾ പറ്റുകയില്ല. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം പള്ളി കമ്മിറ്റിയും ഈ ഉദ്ഹിയത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു കൂട്ട അറവല്ല നടത്തേണ്ടത്. ഇത് 7 ആളുടെ ഉരുവാണ് ഇത് എന്ന് വേർതിരിച്ചറിയാൻ പറ്റണം.